കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നികേഷ് വീണ്ടും പെട്ടിയിൽ ഫോട്ടോസ് തിരയുന്നത് കണ്ട് പെട്ടി അടച്ചു വെക്കാനായി ഹരീഷിനോട് പറയുന്നുണ്ട് സുഭാഷ്. ഹരീഷ് പെട്ടെന്ന് പെട്ടി അടച്ചു വെക്കാൻ പോകുമ്പോഴേക്കും നിക്ക് നിക്ക് എന്ന് പറഞ്ഞ് നികേഷ് അവനെ തടയുന്നുണ്ട്. അപ്പോഴേക്കും ഒരു സ്ത്രീ കുഞ്ഞായിരിക്കുന്ന നികേഷിനെ എടുത്തു നിൽക്കുന്ന ഫോട്ടോ അവൻ കാണുന്നുണ്ട്. അവൻ സന്തോഷത്തോടെ അതെടുത്ത് ദേ ഏട്ടാ ഇത് ഞാനല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ആ ഫോട്ടോ നിധിയെയും കാണിക്കുന്നുണ്ട്. ഈ സ്ത്രീയെ കാണുമ്പോൾ നിങ്ങളുടെ രേവതി ചെറിയമ്മയെ പോലെ ഉണ്ടല്ലോ എന്ന് നിധി പറയുമ്പോൾ നികേഷ് രേവതി ചെറിയമ്മയുടെ മറ്റൊരു ഫോട്ടോ എടുത്ത് രണ്ടും കൂടി ഒത്തുനോക്കി. ശരിയാണല്ലോ, ഇത് രേവതി ചെറിയമ്മയെ പോലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും സംശയത്തോടെ സുഭാഷ് ഏട്ടാ ഈ സ്ത്രീ നിങ്ങളുടെ അമ്മയുടെ അനിയത്തിയാണെന്നല്ലേ പറഞ്ഞത്? അവരെ കാണുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് ഉണ്ടല്ലോ, അമ്മയുടെ ഒരു ചായയും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അതെ സുഭാഷ് ഏട്ടാ ഈ സ്ത്രീയെ കാണുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യക്കാരിയെ പോലെ ഉണ്ടല്ലോ. രേവതി എന്നല്ലേ ഇവരുടെ പേര് പറഞ്ഞത്, പിന്നെ കാണുമ്പോൾ ഹിന്ദിക്കാരിയെ പോലെ ഉണ്ടല്ലോ. അല്ല ഇവരെന്തിനാ എന്റെ കൂടെ മാത്രം ഫോട്ടോ എടുത്തത്, നിങ്ങളുടെ കൂടെ ഒന്നും ഫോട്ടോ ഇല്ലല്ലോ എന്ന് നികേഷ് സംശയത്തോടെ ചോദിക്കുന്നത് കേട്ട് നീ എന്തിനാടാ ഓരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നേ? പാത്രം എടുക്കാനല്ലേ ഇതൊക്കെ എടുത്തത്, പാത്രം കിട്ടിയില്ലല്ലോ, ഇനി അതൊക്കെ അടച്ചു വെച്ചേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. നിക്ക് സുഭാഷ് ഏട്ടാ, ആദ്യം മുതലേ ഈ ഫോട്ടോസൊക്കെ ഞാൻ കാണുന്നതാണല്ലോ നിങ്ങൾക്ക് പ്രശ്നം, ഞാനിത് കണ്ട എന്താ കുഴപ്പം എന്ന് നികേഷ് വീണ്ടും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. സത്യം പറ, ആരാ ഇത്? രേവതി ചെറിയമ്മയാണെന്ന് പറയുന്നു, അവരെ ഇതുവരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഫോട്ടോ കണ്ടിട്ടാണെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യക്കാരിയെ പോലെയും തോന്നുന്നു. സത്യത്തിൽ ആരാ ഇത്? നിങ്ങളുടെ കൂടെ ഒന്നും ഇവരുടെ ഫോട്ടോയും കാണുന്നില്ല, എന്നാൽ എൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് താനും എന്ന് നികേഷ് പറയുമ്പോഴേക്കും അച്ഛനും അവിടെ നിന്നും അടുക്കളയിലേക്ക് പോയി ടെൻഷനോടെ ഒരു ബീഡി എടുത്ത് വലിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഫോട്ടോയും പിടിച്ചിരിക്കുന്ന നികേഷ് നാട്ടുകാർ പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. അമ്മയെ കൊന്ന് ജയിലിൽ പോയി വന്നതിന് ശേഷം എവിടുന്നോ വെളിനാട്ടിൽ നിന്ന് ഒരു സ്ത്രീയെയും കൂട്ടിക്കൊണ്ടു വന്നിരുന്നു ഭാസ്കരൻ. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവരെയും കാണാതായി. ഇനി അതിനെയും കൊന്നൊന്ന് ആർക്കറിയാം. അതൊക്കെ ഓർത്തുകൊണ്ട് നികേഷ് പെട്ടെന്ന് എഴുന്നേറ്റ് സുഭാഷിനോടായി സുഭാഷ് ഏട്ടാ ഇവരാണോ ആ ലേഡി എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇതൊന്നും അല്ലടാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ കള്ളല്ലേ പറയുന്നേ, അച്ഛൻ വെളിനാട്ടിൽ നിന്ന് ഒരു സ്ത്രീയെ കൊണ്ടുവന്നു പറഞ്ഞില്ലേ, അവരല്ലേ ഇത് എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും അച്ഛനും അടുക്കളയിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് എത്തുന്നുണ്ട്. അവൻ ചോദിച്ചതിന് ഉത്തരം പറയാതെ ഫോട്ടോ അവന്റെ കയ്യിൽ നിന്നും സുഭാഷ് വാങ്ങാൻ നോക്കുമ്പോഴേക്കും ചോദിച്ചതിന് ഉത്തരം പറ സുഭാഷ് ഏട്ടാ എന്ന് നികേഷും പറയുന്നുണ്ട്. അച്ഛൻ അവരോടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ഉമ്മറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും നികേഷ് പെട്ടെന്ന് അച്ഛന്റെ മുന്നിലേക്ക് വരികയാണ്. ഒന്ന് നിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം വെളിനാട്ടിൽ നിന്ന് ഇവിടുന്ന് ഒരു സ്ത്രീയെ കൊണ്ടുവന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവരാണോ ഇത്? അവരുടെ കയ്യിൽ എന്തിനാ എന്നെ കൊടുത്തേ? എൻ്റെ അമ്മയുടെ കൂടെയുള്ള ഒരു ഫോട്ടോ പോലും എൻ്റേതില്ല, പിന്നെ ഇവരുടെ കയ്യിൽ എന്തിനാ എന്നെ കൊടുത്ത് ഈ ഫോട്ടോ എടുത്തേ എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അത് കേൾക്കെ ഭാസ്കരനും ദേഷ്യത്തോടെ സുഭാഷിനെ നോക്കുന്നുണ്ട്. ഒന്നും പറയല്ലേ എന്ന് സുഭാഷ് കൈകൂപ്പിക്കൊണ്ട് ഭാസ്കരനോട് ആംഗ്യം കാണിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ കൂടെ ഫോട്ടോ എടുത്താൽ പോരെ, എന്തിനാ എന്നെ അവരുടെ കൈ കൊടുത്തേ എന്ന് നികേഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. വെളിനാട്ടിൽ നിന്ന് ഏതൊരു സ്ത്രീയെ ഇവിടെ കൊണ്ടുവന്നിരുന്നു എന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞ് എനിക്കറിയാം, എന്തിനാ അവരുടെ കൈ എന്നെ കൊടുത്തേ? ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ എനിക്ക് കലി വരിക, പറ എന്തിനാ കൊടുത്തേ എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് കേൾക്കാതെ അയാൾ വേഗം പോകാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും നികേഷ് അയാളുടെ മുന്നിലേക്ക് കയറി നിന്ന് പറഞ്ഞിട്ട് പോയാൽ മതി, എന്തിനാ അവരുടെ കൈ എന്നെ കൊടുത്തേ? എനിക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ കലി വരിക, എന്തിനാ കൊടുത്തേ എന്നവൻ ദേഷ്യത്തോടെ വീണ്ടും ചോദിക്കുന്നുണ്ട്. മാറി നിൽക്കടാ എന്ന് പറഞ്ഞ് ഭാസ്കരൻ അവനെ തള്ളിമാറ്റുമ്പോഴേക്കും ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി, ഈ സ്ത്രീ എന്തിനാ എന്നെ എടുത്തേ? ഈ സ്ത്രീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അല്ല എൻ്റെ അമ്മയെ കൊന്നു കളഞ്ഞ പോലെ ഇവരെയും കൊന്നു കളഞ്ഞോ എന്നവൻ ദേഷ്യത്തോടെ ഭാസ്കരന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷും അങ്ങോട്ട് വന്ന് എടാ അച്ഛൻ്റെ ദേഹത്തുനിന്ന് കൈയെടുക്ക് എന്നവനോട് പറയുന്നുണ്ട്. അവനൊന്നും മിണ്ടാതെ ഭാസ്കരനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് നിന്നോടാ പറഞ്ഞ കൈയെടുക്കാൻ എന്ന് സുഭാഷ് വീണ്ടും പറയുന്നുണ്ട്. പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് നികേഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും കൈ മാറ്റടാ എന്നും പറഞ്ഞ് ഭാസ്കരനും അവന്റെ കൈ തട്ടി മാറ്റുന്നുണ്ട്. മാറി നിൽക്കടാ, വലിയ തമ്പുരാനെ പോലെ എന്നോട് വന്ന് ചോദ്യം ചോദിക്കുക എന്ന് ഭാസ്കരൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും നികേഷെ നീ ഒന്ന് മാറി നിന്നേ, എന്തിനാ ഇങ്ങനെ വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും എന്ത് തെറ്റാ സുഭാഷ് ഏട്ടാ ഞാൻ ചോദിച്ചേ? ഈ സ്ത്രീ എന്തിനാ എന്നെ മാത്രം എടുത്ത് ഫോട്ടോ എടുത്തേ? നിങ്ങളുടെ കൂടെയൊന്നും ഈ സ്ത്രീയുടെ ഫോട്ടോ ഇല്ലല്ലോ, നോക്ക് ആ സ്ത്രീ എന്നെ എടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് കലി വരിക, ഇവരുടെ കയ്യിലേക്ക് എന്നെ എന്തിനാ ഇങ്ങനെ വെച്ചു കൊടുത്തത്? ആ ചോദ്യത്തിന് എനിക്ക് എന്തായാലും ഉത്തരം കിട്ടണം എന്നവൻ ചോദിക്കുമ്പോഴേക്കും നിർത്തടാ അവന്റെ ഒരു കലി, നിനക്ക് നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരല്ലേ വേണ്ടത്, ഞാൻ പറഞ്ഞു തരാം എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും സുഭാഷും സുധീഷും ഹരീഷൊക്കെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. നിന്റെ തള്ള പിന്നെ നിന്നെയല്ലാതെ വേറെ ആരെയാ എടുക്കേണ്ടത് എന്ന് അച്ഛൻ പറയുന്നത് കേട്ട് നിധിയും ഒരു ഞെട്ടലോടെ അയാളെ നോക്കുന്നുണ്ട്. എടാ നിന്റെ കലി ഇളക്കുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയില്ലേ, അതാണ് നിന്റെ തള്ള, നിന്നെ പെറ്റ നിന്റെ തള്ള എന്ന് ഭാസ്കരൻ പറയുന്നത് കേട്ട് നികേഷും ഞെട്ടലോടെ അയാളെ നോക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ നികേഷ് വീണ്ടും ആ ഫോട്ടോയിൽ തന്നെ നോക്കിക്കൊണ്ട് അമ്മയോ എന്ന് ചോദിക്കുമ്പോഴേക്കും സുഭാഷും അങ്ങോട്ട് വന്ന് എന്തിനാ അച്ഛാ ഇപ്പൊ ഇങ്ങനൊക്കെ വിളിച്ചു പറയുന്നത്, എന്തിനാ ഇതൊക്കെ ഇവനോട് പറയുന്നത്, നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ലേ എന്ന് അച്ഛനോട് ചോദിക്കുമ്പോഴേക്കും നികേഷും ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട്
എന്താ പറഞ്ഞേ? ആരുടെ അമ്മയാ എന്നവൻ വീണ്ടും ഭാസ്കരനോട് ചോദിക്കുമ്പോൾ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ നിനക്ക്? അവരുടെ അമ്മ അവരെ എടുത്തു നിൽക്കുന്ന ഫോട്ടോ നീ കണ്ടില്ലേ? അതുപോലെ നിന്റെ അമ്മ നിന്നെ എടുത്തു നിൽക്കുന്നു. അതിലിപ്പോ എന്താ തെറ്റുള്ളത്? സ്വന്തം മക്കളെ എടുക്കാൻ അമ്മമാർക്ക് അവകാശമില്ലേ? പിന്നെന്തിനാ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളായിട്ട് വരുന്നേ എന്ന് ഭാസ്കരൻ നിസ്സാര ഭാവത്ത് പറയുമ്പോഴേക്കും അച്ഛ നിങ്ങളോടാ ഞാനൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞത് എന്ന് സുഭാഷും പറയുന്നുണ്ട്. ആശ്രയ എന്തിനാ അവനെ എടുക്കുന്നത് എന്ന് ചോദിച്ച് എന്റെ കുത്തിനെ പിടിക്കുമ്പോൾ ഞാൻ എന്ത് പറയണടാ? അതല്ലേ അവന്റെ അമ്മ തന്നെയല്ലേ അവനെ എടുക്കേണ്ടത് എന്നച്ഛൻ വീണ്ടും പറയുമ്പോഴേക്കും സങ്കടം സഹിക്കാൻ പറ്റാതെ മതി അച്ഛാ നിർത്ത് എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഹരീഷും നികേഷിന്റെ അടുത്തേക്ക് വന്ന് എടാ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അവനെ വിളിക്കുമ്പോഴേക്കും വിടേ എന്ന് പറഞ്ഞ് നികേഷ് വീണ്ടും ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് ആ പെട്ടിയുടെ അടുത്തേക്ക് ചെന്ന് സുഭാഷ് ഏട്ടനും കൂട്ടരും അമ്മയുടെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ എടുത്തുകൊണ്ട് തന്റെ ഫോട്ടോയുമായി ഒത്തുനോക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടാ നിങ്ങളുടെ അമ്മയും എൻ്റെ അമ്മയും വേറെയാണോ എന്നവൻ ചോദിക്കുമ്പോഴേക്കും ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് സുഭാഷ് ഏട്ടാ പറ സുഭാഷ് ഏട്ടാ നിങ്ങളുടെ അമ്മയും എൻ്റെ അമ്മയും വേറെയാണോ എന്നവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാൻ പറ്റാതെ കണ്ണു നിറഞ്ഞു നിൽക്കാണ് സുഭാഷ്. അപ്പോഴേക്കും ഭാസ്കരനും അങ്ങോട്ട് വന്ന് അതൊന്നും പറഞ്ഞില്ലേടാ, അവരുടെ കൂടെ നിൽക്കുന്നതാണ് അവരുടെ അമ്മ ശാന്തി. ഇത് നിന്റെ അമ്മയാ, നിന്നെ എടുത്തു നിൽക്കുന്നത് നിന്റെ അമ്മയാ, നിനക്ക് മനസ്സിലായില്ലേ? വെറുതെ ചോദിച്ചത് തന്നെ ചോദിച്ച് ആളെ വെറുപ്പിക്കാതെ എന്നയാൾ പറയുമ്പോഴേക്കും അതുവരെ ഒന്നും മിണ്ടാതെ എന്ന സുധീഷും ദേഷ്യത്തോടെ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അയാളെ തല്ലാനൊങ്ങുന്നുണ്ട്. സുധീഷെ എന്ന് വിളിച്ച് നിധിയും അവനെ തടയാണ്. അവൻ പെട്ടെന്ന് കൈമാറ്റുന്നത് കണ്ട് എന്താടാ തല്ലുന്നില്ലേ എന്ന് ഭാസ്കരനും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. നിങ്ങളെയൊക്കെ എന്താ വേണ്ടത്? ഇത്രയും കാലമായിട്ടും ആരോടെ എപ്പോ എന്താ പറയേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ലേ? ഒന്നുമില്ലെങ്കിലും ഇത്രയും വയസ്സായില്ലേ എന്നവൻ പറയുന്നത് കേട്ട് എന്താ ഞാൻ പറഞ്ഞതിലൊരു തെറ്റ് എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ എന്തിനാ അത് അവനോട് പറഞ്ഞെന്നാ ചോദിച്ചത്? രണ്ട് സ്ത്രീകളിലെ കുട്ടികൾ ഉണ്ടാവുന്നത് നിങ്ങൾക്കൊരു അഭിമാനമായിരിക്കും. ഇപ്പൊ അവനോട് അതൊക്കെ പറയേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് സുധീഷ് ചോദിക്കുന്നത് കേട്ട് അവൻ എന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ചോദിച്ചത് നീ കേട്ടില്ലേ? അപ്പൊ അവന്റെ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ അവൻ ഷർട്ടിന് കുത്തിപ്പിടിച്ച് എന്ത് ചോദിച്ചാലും അത് പറയണമെന്നാണോ എന്ന് സുധീഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. പറയുമേടാ, പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും കൂടി എന്റെ മെക്കിട്ട് കയറാൻ വരണ്ട. നിങ്ങളോടാരാ അവനെ ആ ഫോട്ടോസൊക്കെ കാണിക്കാൻ പറഞ്ഞത്? ആ ഫോട്ടോസൊക്കെ കണ്ടോണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ ചോദിച്ചത്? അവൻ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത്, അല്ലാതെ നിങ്ങളെപ്പോലെ പച്ചക്കള്ളൊന്നും ഞാൻ പറയില്ല. അവൻ ചോദിക്കുന്നത് അവനെ അറിയാനുള്ള അവന്റെ അവകാശം കൊണ്ടാ. ആ അവകാശത്തെ ഞാൻ മാനിക്കുന്നു. ആ അവകാശത്തെ ഞാൻ മാനിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. അതിലിപ്പോ എന്താ തെറ്റ്? ഫോട്ടോയും കാണിച്ച് എല്ലാം തുടങ്ങി വെച്ച് എന്റെ മെക്കിട്ട് കയറുന്നോ? എന്നെങ്കിലും ഒരിക്കൽ അവനെല്ലാം അറിയേണ്ടതാ. അത് ഇന്നറിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. അതിന് എന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് എന്താ കാര്യം? എല്ലാം കാണിച്ചു കൊടുത്തത് കൊണ്ടല്ലേ സത്യങ്ങളൊക്കെ പറയേണ്ടി വന്നത്. അതിനിപ്പോ എന്റെ മെക്കിട്ട് കയറുന്നോ എന്ന് പറഞ്ഞ് അയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങി തന്റെ സൈക്കിളും എടുത്ത് എങ്ങോട്ടോ പോകുന്നുണ്ട്. അപ്പോഴേക്കും നികേഷും തന്റെ കയ്യിലുള്ള ഫോട്ടോ ആ പെട്ടിയിലേക്കിട്ട് സങ്കടം കൊണ്ട് മുഖം പൊത്തി കരയുന്ന സുഭാഷിന്റെ അടുത്തേക്ക് ചെന്ന് സുഭാഷ് ഏട്ടാ ഞാൻ നിങ്ങളുടെ അനിയനല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷും സങ്കടം സഹിക്കാനാവാതെ എന്റെ മോനെ ആര് പറഞ്ഞു അല്ലാന്ന്? അവര് പറയുന്നതൊന്നും നീ കാര്യാക്കണ്ട. അവരുടെ സ്വഭാവം നിനക്കറിയുന്നതല്ലേ? ഞങ്ങളുടെ അമ്മ തന്നെയാടാ നിന്റെയും അമ്മ എന്ന് സുഭാഷും കരച്ചിലോടെ പറയുന്നുണ്ട്. ഇനിയും എന്തിനാ സുഭാഷ് ഏട്ടാ ഇങ്ങനെ ഒരു നുണ? നിങ്ങൾക്കെല്ലാവർക്കും ഈ സത്യം നേരത്തെ അറിയാമായിരുന്നു. എനിക്ക് മാത്രം അറിയില്ലായിരുന്നു. അല്ല, നമുക്കൊരമ്മയല്ല, നിങ്ങളുടെ അമ്മയല്ല എൻ്റെ അമ്മ. ആരും എന്നോടത് പറഞ്ഞില്ല എന്ന് നികേഷ് കരച്ചിലോടെ പറയുമ്പോഴേക്കും എന്നവൻ പറയുമ്പോൾ എടാ അമ്മ വേറെയായാലെന്താ, നീ എന്നും ഞങ്ങൾക്ക് അനിയൻ തന്നെയല്ലേ എന്ന് ഹരീഷും പറയാണ്. എന്തുകൊണ്ടാ എന്നോട് ഇതാരും പറയാതിരുന്നേ? എന്നോടിത് നേരത്തെ പറയായിരുന്നില്ലേ? എന്തിനാ എല്ലാരും കൂടി എന്നോടിത് മറച്ചു വച്ചേ എന്നൊക്കെ അവൻ സങ്കടത്തോടെ പറയുമ്പോൾ അമ്മ വേറെയായാൽ എന്താടാ, നമ്മുടെ എല്ലാവരുടെയും അച്ഛനൊന്നല്ലേ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഏത് നേരത്താണാവോ ആ പാത്രം തരാൻ തോന്നിയത്? ആവശ്യമില്ലാത്തതൊക്കെ കണ്ടു, ആവശ്യമില്ലാത്തതൊക്കെ പറയുകയും ചെയ്തു. എടാ ഹരീഷ് അതെടുത്ത് അകത്ത് കൊണ്ടുവച്ചേ എന്ന് വിഷമത്തോടെ സുഭാഷ് പറയുമ്പോഴേക്കും ഹരീഷും ദേഷ്യത്തോടെ ആ പെട്ടി അടിച്ച് അതും എടുത്ത് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും നികേഷ് സങ്കടത്തോടെ സോഫയിൽ പോയി ഇരിക്കുന്നുണ്ട്. അവന്റെ അടുത്തായി സുഭാഷും സുധീഷും പോയി ഇരിക്കുകയാണ്. എന്താ ഏട്ടാ എന്നോട് ഇതാരും പറയാഞ്ഞേ എന്നവൻ വിഷമത്തോടെ ചോദിക്കുമ്പോൾ മോനെ എന്തിനാ നീ അതറിയുന്നേ? നീ അതറിയേണ്ട കാര്യമില്ലാന്ന് തോന്നി. ഇപ്പൊ അയാൾ കാരണം എല്ലാം അറിഞ്ഞു പോയി. എന്നാലും നമ്മൾക്കതുകൊണ്ട് എന്തു മാറ്റാടാ ഉണ്ടാവാൻ പോകുന്നേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അയാൾ എവിടുന്ന് ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു. ആ സ്ത്രീയാണോ എൻ്റെ അമ്മ? ഞാൻ നിങ്ങളെ പോലെ ജനിച്ച ആളല്ല. അതെന്നോട് പറയണ്ടേ ഏട്ടാ? എന്തുകൊണ്ടാ എന്നോട് ആരും അത് പറയാഞ്ഞേ എന്ന് പറഞ്ഞ് നികേഷ് വീണ്ടും കരയുന്നുണ്ട്. മോനെ കരയാതെടാ എന്ന് പറഞ്ഞ് സുഭാഷ് അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താവാനാ എന്നോർത്തിട്ടാ നിന്നോടൊന്നും പറയാതിരുന്നേ. എടാ അന്നും ഇന്നും നീ എനിക്ക് അനിയൻ തന്നെയാ. ഇതൊക്കെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടും അതിലൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് സുഭാഷ് അവനെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും എടാ ഇങ്ങനെ കരയേണ്ട ഒരു കാര്യമില്ല. അമ്മ ആരായാലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ഹരീഷും അവിടെ നിന്ന് കരയുന്നുണ്ട്. അപ്പോഴേക്കും സങ്കടം സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നികേഷ് അവരുടെ കൈ തട്ടി മാറ്റി പുറത്തേക്ക് പോകുന്നുണ്ട്. ഹരീഷും സുഭാഷും അവന്റെ പുറകെ ചെന്ന് മുറ്റത്ത്
അവന്റെ അടുത്ത് പോയിരിക്കാണ്. എടാ, ഞങ്ങളുടെ ആരുടെ ഉള്ളിലെ നിന്റെ അമ്മ വേറെയാണെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചികഞ്ഞു പോയിട്ട് അതെന്താണ് ഇതെന്താണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് എന്ത് കാര്യമുള്ളത് എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും, എടാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് കാണാൻ ഞങ്ങൾക്ക് വയ്യടാ എന്ന് സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്. അപ്പോഴേക്കും അകത്ത് നിന്ന് സുധീഷും നിധിയും പുറത്തേക്ക് വന്ന് അവരെ നോക്കി നിൽക്കുന്നുണ്ട്. എടാ, ഈ സങ്കടം കാണാൻ കഴിയാത്തോണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം ഇതൊക്കെ മറച്ചു വെച്ചത്. ഇതൊക്കെ നീ അറിയാതിരുന്നിട്ട് ഇവിടെ സന്തോഷം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് അതൊക്കെ നീ മറന്നു കളയണം. ഇനിയും നമുക്ക് സന്തോഷം മാത്രം മതിയെടാ എന്ന് ഹരീഷ് പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? ഇതൊക്കെ മറക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സുഭാഷ് ഏട്ടാ. നിങ്ങൾ എൻ്റെ അമ്മയുടെ മക്കളെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നവൻ കരച്ചിലോടെ പറയുമ്പോഴേക്കും, കരയാതെടാ എന്നും പറഞ്ഞ് ഹരീഷും സുഭാഷും അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. സങ്കടത്തോടെ ആ കാഴ്ചയും നോക്കി നിൽക്കാണ് നിധി. ഇങ്ങനെയൊരു സന്ദർഭം ഒരിക്കലും ഉണ്ടാവല്ലേ എന്ന് ആഗ്രഹിച്ചതാ. അമ്മ മരിച്ചതിന്റെ കാരണം അച്ഛനാണെന്ന് പറഞ്ഞ പോലീസ് അച്ഛനെ വീട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയത്. കുറച്ചു കാലം ഞങ്ങളും ഏട്ടനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അച്ഛൻ വന്നപാടെ ലോറി എടുത്ത് എങ്ങോട്ടോ പോയി. കുറെ കാലം കഴിഞ്ഞാ പിന്നെ അച്ഛൻ വന്നത്. വരില്ലെന്നായിരുന്നു ഞങ്ങളും കരുതിയിരുന്നത്. അപ്പോഴേക്കും അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനം ചേട്ടൻ ഏറ്റെടുത്തിരുന്നു എന്ന് സുധീഷ് പറയുന്നത് കേട്ട് കരച്ചിലോടെ പൊട്ടിക്കരയുന്ന നികേഷിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന സുഭാഷിനെ നോക്കി നിൽക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി